കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മരിച്ച വീടുകളെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈശോയെ. എന്താണ് കാരണമെന്ന് അറിയത്തില്ല. അവർക്ക് വേണ്ടിയുള്ള ഒപ്പീസ് പ്രാർത്ഥനകളും വേർപാട് പ്രാർത്ഥനകളും ഒക്കെ കാണുന്നു ഈശോയെ. ഈശോയെ, മരണ വീടുകളും മരിച്ച് സ്വന്തപ്പെട്ടവർ വിടവാങ്ങിപ്പോയ വീടുകളും ആ സമയത്ത് എല്ലാവരും ഓരോരുത്തരും ഓടി വന്ന് സന്ധിച്ച് സമാശ്വസിപ്പിച്ചെങ്കിലും കർത്താവെ, ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വീട്ടിൽ അപ്പോഴാണ് ശരിക്കും മരിച്ച വീടായി മാറുന്നത്. മരിച്ച വീടുകൾ എപ്പോഴും മരിച്ച വീടായി മാറുന്നത് മരണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴാണ്. അത്തരം വീടുകൾ ഒത്തിരി കർത്താവ് കാണിക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ധിക്കണം. ദൈവമേ, പരിശുദ്ധ അമ്മ യേശുവിൻ്റെ വിയോഗത്തിൽ ജീവിച്ചതുപോലെ ആത്മശക്തിയോട് ജീവിക്കാൻ വേണ്ടി അവർക്ക് അഭിഷേകം നൽകുന്ന പ്രാർത്ഥന. കർത്താവേ, പരീക്ഷയ്ക്ക് തോറ്റുപോയവരുണ്ട്, ഇന്റർവ്യൂ പരാജയപ്പെട്ടു പോയവരുണ്ട്, പണം അപഹരിക്കപ്പെട്ടവരുണ്ട്. കർത്താവേ, അവരെല്ലാം പണാപഹരണങ്ങളെ, ചില സമയത്ത് നമ്മുടെ സമാധാനം അപഹരിക്കപ്പെടും, ചില സമയത്ത് നമ്മുടെ സ്വത്ത് അപഹരിക്കപ്പെടും. കർത്താവിൻ്റെ വിസാ തട്ടിപ്പിലൊക്കെ വന്നിട്ടുള്ളത് അവരെല്ലാവരും ഞാൻ ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. ആദിമസഭയുടെ ഒരു ആത്മാഭിമാനവും അഭിഷേകവും ഉണ്ട്. നമുക്ക് വായിക്കാം. എബ്രായർ 10:34 വായിച്ച്. തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു. കണ്ട ധനത്തിന്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടമായത് ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. അതായത് ഈ നഷ്ടപ്പെടുമ്പോഴും ഭൂമിയിൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ശാശ്വതവും ഉത്കൃഷ്ടമായതിനു വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാണെന്നാണ് ആദിമസഭ ചിന്തിച്ചത്. കർത്താവേ, അതുപോലെ ചിന്തിക്കാനുള്ള അഭിഷേകം അവരുടെ മക്കൾക്ക് നൽകണമേ. കർത്താവേ, നീ പറഞ്ഞല്ലോ ഈശോയെ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നുവെന്ന്. ഇതുപോലെ ലോകം നൽകുന്ന ദുഃഖങ്ങളെ കീഴടക്കാൻ യേശുക്രിസ്തുവിന്റെ വചനങ്ങളാൽ ഞങ്ങളെ അങ്ങ് ആത്മധൈര്യപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. നിത്യം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാ സർവീശ്വര എന്നേക്കും ആമേൻ.